നമസ്കാരം. ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പൗരന്മാർക്കും, പ്രത്യേകിച്ച് അസംഘടിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വാർദ്ധക്യ വരുമാന സുരക്ഷ ലഭ്യമാക്കുന്നതിന് വേണ്ടി 2015 മെയ് 9 വന്ന പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ സർക്കാർ പിന്തുണയുള്ള ഒരു പെൻഷൻ പദ്ധതിയാണിത്. ഈ പദ്ധതിയിലൂടെ 1000 മുതൽ 5000 രൂപ വരെയുള്ള പെൻഷൻ തുക ഉറപ്പാക്കുന്നു. പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമാക്കുന്നത്. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒഴിവാക്കാനും അതുപോലെ തന്നെ 60 വയസ്സിൽ എല്ലാ ഇന്ത്യക്കാർക്കും സ്ഥിര വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അടൽ പെൻഷൻ യോജന എന്ന പദ്ധതിക്കായി ഒരു ദിവസം 7 രൂപ മാറ്റിവെച്ചാൽ മതിയാകും. 1000 രൂപ മുതൽ 5000 രൂപ വരെയായിരിക്കും പെൻഷൻ തുക ലഭിക്കുക. ഈ പദ്ധതിയിലേക്കുള്ള സംഭാവന കാലയളവ് കുറഞ്ഞത് 20 വർഷം, പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ, മെച്യൂരിറ്റി പ്രായം 60 വയസ്സ്. ഇതൊക്കെയാണ് ഈ പദ്ധതിയുടെ ഘടനകൾ. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഇതുപോലുള്ള വിവിധ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം നിങ്ങളുടെ സമാഹരിച്ച ഫണ്ടിൽ നിന്ന് ഈ പദ്ധതിയിലൂടെ പ്രതിമാസം 1000 മുതൽ 5000 രൂപ വരെ നമ്മൾക്ക് ലഭിക്കുന്നു. ഗുണഭോക്താവ് മരിക്കുകയാണെങ്കിൽ അവരുടെ പേയ്മെന്റ് പങ്കാളിക്ക് പെൻഷൻ തുക ലഭിക്കുന്നതാണ്. ഒരുപക്ഷെ ഉപഭോക്താവും പങ്കാളിയും മരണപ്പെടുകയാണെങ്കിൽ അവരുടെ നോമിനിക്ക് ഈ പണം ലഭിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ പദ്ധതിയുടെ കീഴിൽ പ്രതിമാസം 1000 മുതൽ 5000 രൂപ വരെ ആയിരിക്കും ലഭിക്കുക. വരിക്കാർ നൽകുന്ന സംഭാവനയുടെ 50% ഇന്ത്യ ഗവൺമെന്റ് സംഭാവന ചെയ്യും. ഇനി വരിക്കാരൻ നിയമാനുസൃത സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് സർക്കാർ വക ഉറപ്പായി പിന്തുണയും നൽകും. കുറഞ്ഞത് 5 വർഷത്തേക്ക് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ഉറപ്പായ സംഭാവന ലഭിക്കും. ഈ പദ്ധതിയിൽ അംഗമാവാനുള്ള യോഗ്യത 18 മുതൽ 40 വയസ്സുള്ള ഏതൊരു വ്യക്തിക്കും അംഗമാവാം. സ്കീമിൽ എൻറോൾ ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ ഒരു പുതിയ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വരിക്കാർ അവരുടെ APY അക്കൗണ്ടിലേക്ക് കൃത്യമായി സംഭാവന നൽകണം. അതായത് പെൻഷൻ തുക ചേരുന്ന സമയത്ത് വരിക്കാരന്റെ പ്രായത്തെയും നൽകിയ സംഭാവനയും ആശ്രയിച്ചായിരിക്കും അവർക്ക് പെൻഷൻ തുക ലഭിക്കുക. സംഭാവനകൾ കൃത്യമായി നൽകുന്നുണ്ട് എന്ന് വരിക്കാർ ഉറപ്പാക്കണം. സ്കീമിന് കീഴിലുള്ള അവരുടെ സംഭാവനകളും ആനുകൂല്യങ്ങളും ട്രാക്ക് ചെയ്യുന്നതിന് വരിക്കാർ ഒരു പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം അടൽ പെൻഷൻ യോജനയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. എത്ര രൂപ ലഭിക്കുമെന്ന് വിവരം അന്വേഷിച്ചറിയാനും മറക്കരുത്. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആനുകൂല്യങ്ങളാണ് നൽകുന്നത്. വാർദ്ധക്യത്തിലെ സാമ്പത്തിക സുരക്ഷ, വിശാലമായ കവറേജ്, താങ്ങാനാവുന്ന സംഭാവന, സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ എന്നിങ്ങനെ അടൽ പെൻഷൻ യോജന വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഉപഭോക്താവ് മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പങ്കാളിയെ നാമനിർദ്ദേശം ചെയ്യാം. ഉപഭോക്താവ് മരണപ്പെട്ട ശേഷം ആ തുക കുടുംബത്തിലെ പങ്കാളിയുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അടൽ പെൻഷൻ യോജന അപ്ലൈ ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏതൊക്കെ മാർഗങ്ങൾ എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ബാങ്കിന്റെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ബ്രാഞ്ച് ഓഫീസറെ സന്ദർശിക്കുകയും അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഫോം നേരിട്ട് ശേഖരിക്കുകയും ചെയ്യാം. ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്ന് അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ബാങ്കിന്റെ വെബ്സൈറ്റ് ഫീച്ചർ നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം. മറ്റൊരു മാർഗമാണ് പെൻഷൻ റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അംഗീകൃത ഫോം നേരിട്ട് ആക്സസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നു. അടൽ പെൻഷൻ യോജന ഫോം പൂരിപ്പിക്കുന്നത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർക്ക് ഫോൺ നമ്പർ, വിലാസം നൽകുക. അക്കൗണ്ട് നമ്പർ, ബാങ്കിന്റെ പേര്, ബ്രാഞ്ച് എന്നിവ ഉൾപ്പെടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. വയസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, ആധാർ നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിശദാംശങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക. ഓരോ കാര്യങ്ങളും പൂരിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ പൂരിപ്പിക്കുക. ആധാർ നമ്പറും അക്കൗണ്ട് നമ്പറുകൾ എല്ലാം കൃത്യമായി തന്നെ നൽകുവാൻ ശ്രദ്ധിക്കുക. ഈ ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ മരണശേഷം ഈ സംഭാവനകൾ സ്വീകരിക്കുന്നതിന് ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുക. പെൻഷൻ തുക സംഭാവന ഏത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് 1000 മുതൽ 5000 വരെ ഏത് സംഭാവന തുക വേണമെന്ന് പൂരിപ്പിച്ച് ഒപ്പിടുക. ശേഷം
യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്നും നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്നും ഡിക്ലെയർ ചെയ്യുക. ബാങ്കിന് ഫോം സമർപ്പിച്ചതിനു ശേഷം ബാങ്കിന്റെ ഒരു ബാങ്ക് റെപ്രസെന്റേറ്റീവ് എൻറോൾമെന്റ് പ്രോസസ് പൂർത്തിയാക്കുന്നതായിരിക്കും. അടൽ പെൻഷൻ യോജന പദ്ധതിയിൽ സംഭാവന ചെയ്യുന്ന പണം വിവിധ ലെയറുകളിലായാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. APY സ്കീം സംഭാവന ശ്രേണികളെ അടിസ്ഥാനമാക്കി കാലതാമസമുള്ള പേയ്മെന്റുകൾക്ക് പിഴച്ചാർജുകളും ചുമത്തുന്നുണ്ട്. പ്രതിമാസം 100 വരെയുള്ള സംഭാവനകൾക്ക് ₹1 പിഴ, 101 മുതൽ 500-നിടയിലുള്ള സംഭാവനകൾക്ക് ₹2 പിഴ, 500-നും 1000-നും ഇടയിലുള്ളവർക്ക് ₹5 പിഴ. ഓരോ സംഭാവന തുകകൾക്കനുസരിച്ച് പിഴ ഈടാക്കുന്നതാണ്. ഒരുപക്ഷെ പേയ്മെന്റ് നിലയ്ക്കുകയാണെങ്കിൽ, അതായത് 6 മാസത്തേക്ക് പണം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടൽ പെൻഷൻ യോജന അക്കൗണ്ട് പൂർണ്ണമായും മരവിപ്പിക്കും. 12 മാസത്തേക്ക് പണം അടച്ചില്ലെങ്കിൽ APY അക്കൗണ്ട് നിർജീവമാക്കും. ഇനി 24 മാസത്തേക്ക് പണം അടച്ചില്ലെങ്കിൽ APY അക്കൗണ്ട് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യും. ഈ പദ്ധതിയിലൂടെ നമ്മുടെ വാർദ്ധക്യകാല സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാതാക്കുകയും ഒരു സേവിംഗ് ശീലം ഉണ്ടാക്കുന്നതിനും സഹായിക്കുന്നു. നല്ല ആരോഗ്യമുള്ള സമയത്ത് സമ്പാദിച്ചെടുത്ത ഒരു നല്ല തുക വാർദ്ധക്യകാലത്ത് മരുന്നിനും മറ്റു ചിലവുകൾക്കും ആരുടെയും സഹായമില്ലാതെ ഒരു കൈത്താങ്ങായി ഈ പെൻഷൻ പദ്ധതി ഉറപ്പുതരുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്